സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് കാലിടറിയപ്പോൾ പ്രത്യേകിച്ച് ഇടത് നേതാക്കൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. CPM-ന്റെ ആസ്ഥാനമിരിക്കുന്ന AKG സെന്റർ ഇരിക്കുന്ന കുന്നുകുഴി വാർഡിൽ CPM-ന്റെ പ്രബലനായ സ്ഥാനാർത്ഥി IP ബിനുവിന് കാലിടറി. അവിടെ ജയിച്ചത് കോൺഗ്രസിന്റെ മേരി പുഷ്പം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്വന്തം വാർഡിൽ ജയിച്ചത് BJP സ്ഥാനാർത്ഥി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ വാർഡിൽ ജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ വാർഡിൽ UDF ആണ് ജയിച്ചത്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ. ജോസ് കെ മാണിയുടെ എതിരാളിയായിരുന്ന മാണി സി കാപ്പന്റെ സ്വന്തം വാർഡിൽ ഇടതുപക്ഷത്ത് മത്സരിച്ച കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് ജോസ് കെ മാണിക്ക് ഒരല്പം ആശ്വാസവുമായി. പാലക്കാട് MLA-യും ആരോപണ വിധേയനുമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം വാർഡിൽ ഇടതുപക്ഷത്തിനാണ് ജയം. മന്ത്രി സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ വാർഡിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് കുതിച്ചു താണു. VN വാസവന്റെ സ്വന്തം നാടായ പാമ്പാടി പഞ്ചായത്തിൽ UDF തൂത്തുവാരുകയും ചെയ്തു. അടൂരിലാകട്ടെ, അടൂർ നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനെന്നറിയപ്പെടുന്ന ഫെനി നാനാന് കനത്ത പരാജയം. അവിടെ വിജയിച്ചു കയറിയത് BJP സ്ഥാനാർത്ഥിയാണ്. അടൂർ നഗരസഭയിലെ 8ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഫെനി നാനാന് തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയായിരുന്നു. BJP സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. ഫെനി നാനാൻ ഒന്നല്ല രണ്ടല്ല 3ാം സ്ഥാനത്തേക്കാണ് എത്തിയത്. രാഹുലിന്റെ മറ്റൊരു വിശ്വസ്തനായ റിനോ പി രാജൻ ഏറത്ത് പഞ്ചായത്തിലെ 6ാം വാർഡിൽ 240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പക്ഷേ ജയിച്ചു.